ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാറിൻ്റെ നെക്ക് പോർഷനിൽ വരുന്ന ഡിസൈനാണ്. നമ്മൾ കൂടുതലായിട്ടും ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബീഡ്സും യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മളിതിന് യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ആങ്കറിൻ്റെ ത്രെഡാണ്. അത് പേൾ കോട്ടൺ ആങ്കർ ത്രെഡ് നമ്മൾ 2 ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ കളറും പിന്നെ ഒരു റെഡ് കളറും. പിന്നെ നമുക്ക് വേണ്ട മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബീഡ്സ് ആണ് കേട്ടോ. അത് 2 ബീഡ്സ് സിൽവർ കളർ 2 ബീഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ഈ ഡിസൈൻ്റെ അകത്ത്. പിന്നെ വേണ്ടത് നോർമൽ ബീഡ്സ് ആണ്. വൈറ്റ് കളറിലെ നോർമൽ ബീഡ്സ്, മീഡിയം സൈസുള്ള നോർമൽ ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഇത് നമ്മൾ നെക്ക് ലൈൻ ഡിസൈൻ അല്ല ചെയ്യുന്നത്, നെക്കിൻ്റെ താഴ് പോർഷനിൽ ഒരു സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ബൗൾ വെച്ചിട്ട് നമുക്ക് എത്ര സൈസിൽ വേണോ അതനുസരിച്ചിട്ടുള്ള ബൗൾ എടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആ സർക്കിൾ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം ആദ്യമേ. അതിനുള്ളിലാണ് നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സർക്കിൾ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പോർഷൻ മാത്രം ഫ്രെയിമിനുള്ളിലാക്കി എടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ബീഡ്സ് വരുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ 2 ബീഡ്സ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് 2 ബീഡ്സ് തുന്നി കൊടുക്കാനായിട്ട് നമ്മൾ സാധാരണ നൂലാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ആ മെറ്റീരിയലിൻ്റെ അതേ കളറുള്ള ഒരു നൂല് തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ നൂല് വെച്ചിട്ട് നമ്മൾ ആ 2 ബീഡ്സ് ഫസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 ബീഡ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ബീഡ് നമ്മൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 2 ബീഡ്സും ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ ട്രയാങ്കിൾസ് വീതം ഈ സർക്കിൾ പോർഷൻ കംപ്ലീറ്റ് നമ്മൾ അതിനുള്ളിൽ ഈ ട്രയാങ്കിൾസ് സെറ്റ് ചെയ്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആ സർക്കിൾ പോർഷൻ്റെ ഉള്ളിൽ മൊത്തം ട്രയാങ്കിൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്ത് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി ത്രെഡും കൂടെ യൂസ് ചെയ്ത് കുറച്ചുകൂടി ഇതൊന്ന് അടിപൊളിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ബ്ലൂ കളർ ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്, പേൾ കോട്ടൺ ത്രെഡ്. അത് വെച്ചിട്ട് ഈ ട്രയാങ്കിൾസിൻ്റെ ഉള്ളിൽ ഓരോ ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലൂ കളർ ത്രെഡും അതുപോലെ തന്നെ റെഡ് കളർ ത്രെഡുമാണ് നമ്മൾ എടുത്തിരുന്നത്. അത് രണ്ടും വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്കിഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളർ മാറി മാറി നീലയും അതുപോലെ തന്നെ റെഡും നമ്മൾ ഓരോ ഫ്രഞ്ച് നോട്ട്സ് വീതം ഇതിനുള്ളിൽ കൂടി ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഏകദേശം നമ്മളിതാ ബ്ലൂ കളറും ഇപ്പം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂവിനേക്കാൾ കൂടുതൽ നമ്മൾ റെഡ് ആട്ടോ കൊടുക്കുന്നത്. കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് റെഡ് കളറാണ്. പക്ഷേ രണ്ടും കൂടി കോൺട്രാസ്റ്റ് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് രണ്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡ് കളറും കൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതാ റെഡും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഫില്ലായി എല്ലാം. ഇനി നമ്മൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പേൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഏരിയാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അടുപ്പിച്ച് തന്നെ നമുക്ക് ചെയ്യാം. വൈറ്റ് കളർ പേൾസും കൂടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സർക്കിൾ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഓവറല്ല, എന്നാലും വളരെ സിമ്പിളായിട്ടും എന്നാൽ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു മിൻറ്റ് ഗ്രീൻ കളറിലേക്ക് ഇത് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചസോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ബീഡ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ടും മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.